നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുളത്തിലെ വരാലുകളുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഇൻട്രോ എടുക്കുമ്പോൾ കുട പിടിക്കുമ്പോൾ ഇരുട്ടായി നിൽക്കുക. അത് കാരണമാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിക്ക് ആയിട്ട്. അപ്പോൾ വരാലുകളുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുട ചുരുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, മഴയില്ലാണ്ടല്ല കേട്ടോ. നമുക്ക് വെളിച്ചില്ലാത്ത കാരണം ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ തീരെ കാണില്ല. പ്രത്യേകിച്ച് ഞാൻ നല്ല കളറുള്ള കാരണം തീരെ കാണില്ല. അപ്പോൾ നമുക്ക് വരാലുകളുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ അവിടേക്കൊന്ന് പോവാം. പോയാലോ നമുക്ക്? ശരി കേട്ടാ. കണ്ടാ കുട നിർത്തി വേണ്ട എൻ്റെ അവസ്ഥ. അത് കാരണം എൻ്റെ കുട ചുരുക്കിയിട്ടുണ്ടോ പിടിച്ചേ. അപ്പോൾ പോയാലോ? നമ്മളപ്പോൾ കുളത്തിൻ്റെ അവിടെ എത്തിന് കേട്ടോ. കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട്. അറിഞ്ഞോളെ നല്ല ചാട്ടാണ് മീനുകൾ എന്ന് പറഞ്ഞ ബ്രാലികൾ നല്ല ചാട്ടണം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വെള്ളം ചാടുന്ന ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി. അപ്പോൾ അവർക്ക് ആ വെള്ളത്തിൽ ചാടാനുള്ള ടെൻഡൻസി. അതാണ് ഈ ബ്രാലികളുടെ പ്രത്യേകത. പിന്നെ ബ്രാലികളുടെ പ്രത്യേകത പറഞ്ഞാൽ 2 മീറ്ററിന് മേലെ വരെ ഇട്ട് ചാടുന്ന ആൾക്കാരാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചാടും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ചാട്ടണം കേട്ടാണ്. ചാടി വല പൊട്ടിക്കുമെന്നാണ് ഇപ്പോൾ പേടി. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇട്ട വലയാണ്. സംഭവം കടൽ വലയാണ്. കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളില്ല. പക്ഷേ ചാടി എന്താണെന്ന് അറിയില്ല. കാരണം ഈ ചാടിയിട്ട് നമ്മുടെ ഈ കുളത്തിൻ്റെ ഈ സൈഡുകളൊക്കെ ഇതിന് ചെതമ്പലിരിക്കുക. ചാടി കല്ലുമ്മൊക്കെ കൊണ്ടിട്ട് ചില ബ്രാലുകളുടെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ചാടിക്കണ്ട നല്ല ചാട്ടണം. അപ്പോൾ നല്ല മഴക്കാലമാണ്. മീൻ വളർത്തുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. നല്ല വല വാങ്ങിയിടുക. നല്ല വല വാങ്ങിയിടൽ മാത്രമല്ല, ബ്രാല് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ബ്രാലെന്ന് പറയുക, വരാലെന്നാണ് ഏറ്റവും കൂടുതൽ പറയുക. അപ്പോൾ ഈ വരാലിനെ ഇട്ടിങ്ങനെ കുളം ബെസ്റ്റായിട്ട് നല്ല ഉറപ്പുള്ള വല വാങ്ങി ബെസ്റ്റായിട്ട് മൂടിയിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് മൂടുക. കാരണം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് കല്ലൊക്കെ വെക്കാൻ പറ്റി. നമുക്കിപ്പോൾ ചിലവ് ചുരുങ്ങിയിട്ടാണ് ഞങ്ങൾ ചുരുക്കിയിട്ടാണ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കല്ല് വെച്ചിട്ട് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്യാപ്പ് ഇടരുത്. ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർ ആ ഗ്യാപ്പിലൂടെ ചാടിക്കും. നല്ല രീതിയിൽ ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ഇതൊക്കെ ചാനലൊക്കെ വെച്ചിട്ട് പണിയാൻ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് അടിപൊളിയാണ്. പക്ഷെ കുറേ പൈസ നമ്മൾ മുടക്കാണ്ടിരിക്കണം നല്ലത്. നമുക്ക് ഇങ്ങനെയാണ് എപ്പോഴും നമ്മുടെ ലാഭം. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം പൈസ മുടക്കണ്ട. പക്ഷേ നമുക്ക് ബ്രാലിന് വിൽക്കുമ്പോൾ പൈസ കിട്ടും. പിന്നെ സബ്സിഡി ഉണ്ടെങ്കിൽ സബ്സിഡി കൂടി വരുമ്പോൾ നമുക്ക് ഒരു പൈസ കിട്ടും വിറ്റ് കഴിഞ്ഞാൽ. ഇത്രയധികം പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ ബ്രാലിനെ വളർത്താമെന്ന് പറഞ്ഞാൽ അത് ലാഭം ഉണ്ടാവില്ല, നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണ്ട് ഗ്യാപ്പില്ലാണ്ട് നമ്മൾ ഈ ഗ്യാപ്പുകളൊക്കെ അടച്ച് കല്ല് വെച്ച് വെക്കുക കേട്ടോ. പിന്നെ വല ബെസ്റ്റായിരിക്കണം. വളരെ ഒരു കണ്ണി ഇപ്പോൾ ചെറിയൊരു വിരൽ കിടക്കണ ഒരു ഗ്യാപ്പുള്ളത്. പക്ഷെ അത് 2 വിരൽ കിടക്കണ ഗ്യാപ്പ് കഴിഞ്ഞാൽ അതിനോട് ചാടി വരും. കാരണം ഇവർക്ക് ഒരു കൊഴുപ്പുള്ള കാര്യം അറിഞ്ഞോളാം നമുക്ക്. അപ്പോൾ ഒരു ചാട്ടം ചാടി കഴിഞ്ഞാൽ അതിൻ്റെ ഉടനെ കടന്നു വരും. വലയിൽ കിടന്നാലും പണി, നമുക്ക് വലയിൽ നിർത്താൻ പറ്റില്ല പെട്ടെന്ന്. വെള്ളത്തിലേക്ക് ഇറങ്ങാനും പറ്റില്ല. ഇപ്പോൾ വെള്ളം ഫുള്ളായി നിൽക്കാനാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ബ്രാലുകളും വളർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാലിനെ അല്ലെങ്കിൽ വരാലിനെ വളർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റായിട്ട് വല കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും നമ്മുടെ ഈ കുളത്തിൽ നിന്ന് ചാടി പുറത്തേക്ക് പോകും. പുറത്താണെങ്കിൽ വെള്ളം ഫുള്ളും കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ ബ്രാലിനെ കിട്ടില്ല. ഇനി ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം ഈ സംഭവമൊക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. 1000 ബ്രാലുണ്ടെങ്കിൽ 500 ബ്രാല് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചോട്ടാ. അതാണ് നമുക്ക് പറയാനുള്ളൂ ഈ വീഡിയോ കൂടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നമ്മൾ കാണിച്ചു തരുന്നത് അത് കാരണമാണ്. കാരണം ഇങ്ങനെയാണ് ബ്രാലുകൾ ചാടാം. ഇതിനും കൂടുതൽ ചാടും. ഇന്നാളെ എൻ്റെ ഈ വല ഫുള്ളും പൊന്തിക്കാറ് ഒരുമിച്ച് ചാടിയിട്ട്. അപ്പോൾ ഈ കല്ല് വരെ നീങ്ങി പറഞ്ഞു. ഇതിപ്പോൾ അത്ര ചാടുന്നില്ല. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണത് അത് കാരണമാണ് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളൂ എപ്പോഴും. കുളത്തിലെ പിന്നെ ഈ പായൽ കാണുന്നത് നമ്മൾ കുറച്ച് നാളായി വെള്ളമൊക്കെ മാറ്റിയിട്ട്. കാരണം ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്യല്ലേ. അപ്പോൾ വെള്ളം മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതാണ് ഈ സംഭവം. ഇതിൽ പായൽ കേട്ടോ. വെള്ളം കറക്റ്റ് മാറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായലുകൾ കുറയും. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ വീഡിയോ നല്ല രീതിയിൽ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. വണ്ടിയിൽ പോകുമ്പോഴായാലും നടന്നു പോകുമ്പോഴായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാനകളും ഒന്നും നമുക്ക് അറിയില്ല, വെള്ളം നിറഞ്ഞ് കിടക്കുന്ന കുഴികൾ അറിയില്ല. അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ. എല്ലാവരും നടക്കുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.